രാജ്യം കാത്തിരിക്കുന്ന ഇന്ത്യയുടെ സ്പേസ് ഷോക്കിംഗ് ദൗത്യത്തിൻ്റെ സാറ്റലൈറ്റ് വിക്ഷേപണം ഇതിൻ്റെ സമയക്രമത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇന്ന് രാത്രി 10 മണിക്കായിരിക്കും വിക്ഷേപണം. നേരത്തെ 9:58 എന്നാണ് പറഞ്ഞിരുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വീണ്ടും ചേരുന്നു. റഹീസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അവസാനവട്ട ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് 2 മിനിറ്റത്തേക്ക് ഈ ദൗത്യത്തിൻ്റെ സമയം ആ ക്ലോക്ക് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സൂചന ഉണ്ടായിരുന്നു. അവസാനവട്ട ഈ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷം പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സമയക്രമത്തിൽ കൃത്യത കൊണ്ടുവരിക. കാരണം കഴിഞ്ഞ തവണ അവസാന ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ ദൗത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ കുറച്ച് മുൻപേ ഈ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിലയിരുത്തലും ഒപ്പം തന്നെ ചർച്ചയ്ക്കും ഒക്കെ ശേഷമാണ് ഈ 2 മിനിറ്റ് നീട്ടി, അതായത് 10 മണിക്ക് മാത്രമേ ഈ PSLV-60യിലൂടെ 2 ഉപഗ്രഹങ്ങളും വിക്ഷേപണം ചെയ്യുകയുള്ളൂ, ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിന് തുടക്കമാവുകയുള്ളൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ISR ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇതിൻ്റെ ക്ലോക്ക് ടിക്ക് ഡൗൺ ചെയ്തു തുടങ്ങിയിരുന്നു. അതിലാണ് ഇപ്പോൾ 2 മിനിറ്റ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ISROയിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഇതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്, 2 മിനിറ്റ് മാത്രമാണ് നീട്ടിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ ദൗത്യം ഇനിയും നീട്ടിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല. 2 പേടകങ്ങളെയും കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതിലെങ്ങും യാതൊരു പ്രശ്നവുമില്ല. ചേസറും ടാർഗറ്റും, അതായത് ഈ വിക്ഷേപിക്കുന്ന 2 പേടകങ്ങളും അതിൻ്റെ മുഴുവൻ പരിശോധനകളും പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യം 10 മണിക്ക് തന്നെ വിക്ഷേപണം നടക്കും. SKN.